അനിൽകുമാർ, ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ സൂചിപ്പിക്കുന്നത്, അതായത് മോൻ മാസ്റ്ററിന്റെ പ്രതികരണം നമ്മൾ കേട്ടു. തൊട്ടു പിന്നാലെയാണ് ഈ വിഷയത്തിലേക്ക് നമ്മൾ കടക്കുന്നത്. ഇതിനെപ്പറ്റി പാർട്ടിക്കോ തനിക്കോ അറിവില്ല എന്ന് പറയുമ്പോൾ അത് അവിടുത്തെ ഗ്രൂപ്പിസത്തിന്റെ ഭാഗമാണെന്നുള്ളതാണ്. കോഴിക്കോട്ടെ CPM-ലെ ഗ്രൂപ്പിസത്തിന്റെ ഭാഗം എന്നുള്ളതാണ് രാഹുൽ പറയുന്നത്. അതിനപ്പുറത്തേക്ക് CPM തിരുത്തലിലേക്ക് കടക്കുന്നു എന്ന കാര്യം CPM-ന്റെ നേതൃതലങ്ങളിൽ നിന്ന് തന്നെ അത്തരത്തിലുള്ള പ്രതികരണങ്ങളും അല്ലെങ്കിൽ അത്തരത്തിലുള്ള നിഗമനങ്ങളിലേക്കൊക്കെ എത്തി നിൽക്കുമ്പോഴാണ് ഇത്തരത്തിലൊരു ആരോപണവും കോഴ ആരോപണവും പ്രശ്നവും ഒക്കെ ഉണ്ടാവുകയും ചെയ്യുന്നത്. പാർട്ടി എങ്ങനെ മുന്നോട്ട് പോകും, എങ്ങനെ പ്രതിരോധിക്കും? പാർട്ടിയിൽ എതിരാളികളെ തകർക്കാൻ വേണ്ടി വ്യാജ തിരുത്തൽ കാർഡ് ഉണ്ടാക്കി ജയിക്കുന്നവരും പരസ്പരം കൂടോത്രം വയ്ക്കുന്നവരും ഒക്കെ തന്നെ കേരളത്തിന്റെ പൊതുമണ്ഡലത്തിൽ ഇപ്രകാരം ആരോപണം ഉന്നയിക്കുന്ന കാണുമ്പോൾ ജനങ്ങൾ ഇവരെ നോക്കി ചിരിക്കുക. 8 കൊല്ലമായി കേരളത്തിലെ PSC നിയമിക്കപ്പെട്ടവരുടെ പട്ടിക എടുക്കും. അവരെല്ലാം അതിനു മുമ്പുള്ള പൊതുജീവിതത്തിൽ, അവരുടെ ഔദ്യോഗിക ജീവിതത്തിൽ അന്തസ്സായി ജീവിച്ചവർ തന്നെയാണ്. അവർ നിയമിക്കപ്പെട്ടതിനെ കുറിച്ചോ നിയമിക്കപ്പെട്ടതിന് ശേഷമുള്ള പ്രവർത്തനം സംബന്ധിച്ചോ ഒരു പരാതി നാട്ടിലെവിടെയെങ്കിലും ഉണ്ടോ? ഞാൻ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ബഹുമാന്യരായ ആളുകളെ പേര് പറയാൻ വെല്ലുവിളിക്കുകയാണ്. കേരള സമൂഹത്തിന്റെ ചർച്ച നടക്കട്ടെ. ഇടതുപക്ഷ ജനാധിപത്യത്തിന് 8 വർഷം നിയമിച്ച ഏതെങ്കിലും PSC മെമ്പറെ കുറിച്ച് പറയാൻ. രണ്ടാമത്തെ കാര്യം, ഈ 8 കൊല്ലത്തിനിടയിൽ കേരളത്തിലെ PSC അന്തസ്സായി നടത്തുന്ന നിയമനങ്ങൾ, ആ നിയമനങ്ങളെ കുറിച്ച് സംസാരിക്കട്ടെ. അതിലെ കുട്ടികളുണ്ടല്ലോ. ഇപ്പൊ ഈ കേരളത്തിലെ 8 കൊല്ലത്തിനിടയ്ക്ക് സർവീസിൽ കയറിയ 3.5 ലക്ഷത്തോളം കുട്ടികളുണ്ട്. PSC നിയമനം കിട്ടിയ സർക്കാർ സർവീസിലെ 3.5 ലക്ഷത്തോളം പേർ. ഒരു വെള്ളി രൂപ ഒരാൾക്ക് കൊടുക്കേണ്ടി വന്നു 3.5 ലക്ഷത്തിൽ ഒരാൾ പറയട്ടെ. നിങ്ങൾ ഒരു സമൂഹത്തിൽ ആരെങ്കിലും എവിടെയെങ്കിലും പറഞ്ഞാൽ ഉടനെ കെട്ടുകഥ ഉണ്ടാക്കാൻ കുറെ പേർ ഇറങ്ങിത്തിരിക്കും. ഇല്ല എന്നുള്ളൊരു പ്രതികരണം അങ്ങനെയാണെങ്കിൽ പൂർണ്ണമായും പാർട്ടിക്ക് വിഷയം തള്ളിക്കൂടെ? ഇങ്ങനൊരു സംഭവം നടന്നിട്ടില്ല എന്ന് പറയാലോ? അല്ലല്ല, ഏതെങ്കിലും രംഗത്ത് ആരെങ്കിലും ഏതെങ്കിലും ഒരു ആക്ഷേപം ഉയർന്നു വന്നാൽ അത് പരിശോധിക്കുക എന്നുള്ളത് CPM-ന്റെ നയമാണ്, പാർട്ടിയുടെ നയമാണ്, അത് സർക്കാരിന്റെ നയമാണ്. ഇല്ല, അങ്ങേക്ക് ഇപ്പോൾ വെല്ലുവിളിക്കാൻ പറ്റുന്ന പോലെ പാർട്ടിക്ക് ആകെ വെല്ലുവിളിക്കാൻ പറ്റുമെങ്കിൽ, പ്രത്യേകിച്ച് ഈ ഒരു സാഹചര്യത്തിൽ CPM കടന്നു പോകുന്ന അവസ്ഥയെപ്പറ്റി CPM തന്നെ തിരുത്തണമെന്ന് പറയുന്ന ഒരു സാഹചര്യത്തിൽ, അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് അങ്ങനെ ഒരു മറുപടിയിലേക്കോ അങ്ങനെ ഒരു പ്രതികരണം നടത്തുന്നതിലേക്കോ കടക്കാമല്ലോ. അല്ല, CPM കടന്നു പോകുന്നൊരവസ്ഥയില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പതിവായിട്ട് തോക്കാറുണ്ട്. ഇത്തവണയും തോറ്റിട്ടുണ്ട്. അല്ല, CPM തന്നെയാണ് കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളിൽ CPM വ്യതിചലിക്കുന്നു എന്നൊക്കെ പറഞ്ഞത്, നമ്മളാരുമല്ലോ. അതൊക്കെ CPM വ്യതിചലിക്കുന്നില്ലെന്ന്. എല്ലാ കാലഘട്ടങ്ങളിലും വ്യതിചലനങ്ങൾ വരുമ്പോൾ അത് തിരുത്തിയിട്ടുണ്ട്. അത് എല്ലാവരും വ്യതിചലിക്കുന്നതാണോ? കേരളത്തിലെ 5.5 ലക്ഷം പാർട്ടി മെമ്പർമാരും വ്യതിചലിക്കുന്നതാണോ? നടക്കുന്നതാണോ? ഇതൊന്നും ഘടകത്തെ കുറിച്ചൊന്നും പറയുന്നില്ല. കേരളത്തിലെ 5.5 ലക്ഷം അംഗങ്ങളും പണത്തിന് പിന്നാലെ നടക്കുന്നു, ആർത്തിയുള്ളവരാണെന്ന് വല്ലതും പറഞ്ഞാൽ. അത്തരം പ്രവണത പൊതുമണ്ഡലത്തിൽ വന്നാൽ ആ പ്രവണത CPM-നകത്ത് കടന്നുകൂടാൻ പാടില്ല. അത് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അവരെ ചത്ത എലിയെടുത്തതെന്നുള്ള പുറത്താക്കുന്ന പാർട്ടിയാണ് CPM. ഞങ്ങളൊരു മോൻസൺ മാവുങ്കലിന്റെ വീട്ടിലും സ്ഥിരതാമസാക്കിയവരല്ല. ഞങ്ങൾ പരസ്പരം പാർട്ടി ഓഫീസിനകത്ത് കൂടോത്രം കുഴിച്ചിടാറില്ല. അതുകൊണ്ട് ഞങ്ങളുടെ രേഖകളിലൊന്നും മോൻസൺ മാവുങ്കലിന്റെ വീട്ടിൽ പോകരുത്, കൂടോത്രം കുഴിച്ചിടരുത്, കൂടോത്ര കമ്മിറ്റിക്കാരായി പോകരുത്, ഇതൊന്നും ഞങ്ങളുടെ പാർട്ടി പറയാറില്ല. ഞങ്ങൾ പൊതുവിൽ കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങളെ കുറിച്ച് പറയും. ഇവിടെ PSC-യുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ വെല്ലുവിളിക്കുന്നത് ഈ 8 വർഷത്തിനിടയ്ക്ക് ഒരു PSC മെമ്പറെ കുറിച്ച് പറയും. അനർഹരായ ഒരാൾ വന്നു, ഒരാളും പറയില്ല.